ഫുട്ബോൾ വെറും ഒരു കളിയല്ല, ചിലപ്പോൾ അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമാണ്. സ്പെയിൻ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ കിരീടമണിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ഗസയിലെ തെരുവുകളിലായിരിക്കും. അതിന് കാരണം ആ മൈതാനത്ത് സ്പെയിനിന്റെ കുപ്പായത്തിൽ പന്തു കളിച്ചത് ലാമിൻ യമാൻ എന്ന ചെറുപ്പക്കാരൻ മാത്രമായിരുന്നില്ല. ക്രൂരത അനുഭവിക്കുന്ന ഒരു ജനതയോട് നിരന്തരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അനുകമ്പയുടെ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന്റെ നീതിയായിരിക്കാം സ്പെയിനിന്റെ ഈ മഹാവിജയം. മറുഭാഗത്ത് പലസ്തീനിയയിൽ ചോരപ്പുഴ ഒഴുക്കുമ്പോൾ ഇസ്രായേലിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിരുന്നു അർജന്റീന. ജാതിയുടെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും പേരിൽ ഗാലറികളിൽ നിന്ന് എതിരാളികളെ അധിക്ഷേപിച്ച ആ അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയാണ് ഈ തോൽവി. അതെ, കളിക്കളത്തിൽ അഹങ്കരിച്ചവർക്ക് മുന്നിൽ ദൈവം വെച്ചു നീട്ടിയത് നാണം കെട്ട ഒരു പരാജയമായിരുന്നു. പക്ഷേ ഇതിനിടയിൽ നമ്മൾ കാണാതെ പോയ മറ്റൊരു വലിയ ചതിയുണ്ട്. ഫിഫ എന്ന വൻകിട കച്ചവട ശൃംഖലയുടെ കളി. ലക്ഷക്കണക്കിന് ആരാധകരുള്ള അർജന്റീനയെ ഫൈനൽ വരെ എത്തിച്ചു കോടികൾ കൊയ്യുക എന്നതായിരുന്നു ഫിഫയുടെ ഉദ്ദേശം. അതിൽ ഒരു പോറലുമേൽക്കാതെ അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ കച്ചവട വിജയത്തിന് വേണ്ടി ഫിഫ ചവിട്ടിമതിച്ചത് ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളുടെ ചോരയും വിയർപ്പുമായിരുന്നു. ഒരു ജനതയുടെ സ്വപ്നങ്ങളെയും കളിക്കളത്തിലെ അധ്വാനത്തെയും ഫിഫ തങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾക്ക് മുന്നിൽ ബലി കൊടുത്തു. കഷ്ടപ്പെട്ട് പന്തു കളിച്ച ഈജിപ്തിന്റെ കണ്ണീരിൽ ഫിഫയുടെ ഈ അഴിമതി കച്ചവടത്തിന്റെ കറ പുരണ്ടിട്ടുണ്ട്. കളിക്കളത്തിലെ നീതിയേക്കാൾ തങ്ങളുടെ ബിസിനസ് ലാഭങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഫിഫയോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ എന്നത് ലോകത്തിന്റെ വികാരമാണ്, കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇനിയുള്ള ലോകകപ്പ് കളിയിലെങ്കിലും കച്ചവടം മാത്രം ലക്ഷ്യമിട്ട് ഫുട്ബോളിന്റെ ആത്മാവിനെ വിൽക്കാൻ തുനിയരുതെന്ന ഒരൊറ്റ അപേക്ഷ മാത്രമേ പ്രിയപ്പെട്ട ഫുട്ബോൾ ലോകത്തിന് നിങ്ങളോട് പറയാനുള്ളൂ.